പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു ധ്യാനചിന്ത, നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു പ്രകടമായ വ്യത്യാസം. ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് മംഗളവാർത്ത ചെയ്തപ്പോൾ അമ്മ ഉന്നയിച്ച വിഷയം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിന് ദൈവം നൽകിയ മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയിൽ വസിച്ചു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, പിന്നീട് ഒരിക്കലും പരിശുദ്ധാത്മാവ് അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾക്കും അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ നിർവീര്യമാകുക, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആത്മാവിനെക്കുറിച്ച്, ആത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യത്തെക്കുറിച്ചും വചനം ഈ രീതിയിലാണ് വാചാലമാകേണ്ടത്. നിങ്ങൾ പരിശുദ്ധം ദുഃഖിപ്പിക്കരുതെന്ന് പറയത്തില്ലേ? എഫേസ്യസ് 4:27-30 വചനങ്ങളിലൊക്കെ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിയൻസ് 5:19 നിർവീര്യമാക്കരുത്. അപ്പം ആത്മാവ് ശക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിർവീര്യമാകരുത്, വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദുഃഖിപ്പിക്കരുത്. അപ്പം ആത്മാവ് ശക്തിയും വ്യക്തിയുമാണ്. അപ്പം ശക്തിയും വ്യക്തിയുമായ ആത്മാവിനെ നമ്മളിലേക്ക് ആവശിപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ ആവശ്യിക്കുമെന്നല്ലേ Luka 1:35 നമ്മൾ വായിക്കേണ്ടത്. ഈ ആത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ, ദുഃഖിപ്പിക്കാതിരിക്കാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങളൊക്കെ സുവിശേഷവിഹിതമായി സാക്ഷീകരണ രീതികളിൽ നമ്മൾ നിലനിർത്തിയാൽ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾക്കും നിരന്തരം ആത്മാവിൽ ശക്തിയിൽ നിലനിൽക്കാൻ പറ്റും. ഇതിന് സഹായകരമായിട്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ ചില വചനങ്ങൾ വരണത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യണതിന് മുമ്പുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് കൂടുതലും. കാര്യം ഈശോൻ്റെ ഭൗതിക കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആധ്യാത്മിക സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെതായത് കൊണ്ടാണ് നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:49. കാത്തിരിക്കുവനെന്ന് പറയണത് വിട്ടുപോകരുത്. ഇപ്പം നടപടി 1:4 പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. ഇപ്പം 2 വാക്കാണ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തിൽ സംസാരിച്ചിരിക്കുന്നത്, സ്വർഗാരോഹണത്തിന് മുമ്പ് സംസാരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? വിട്ടുപോകരുത്. രണ്ടാമത്തെ എന്താണ്? കാത്തിരിക്കുക. അപ്പം ലൂക്കാ 24:49 നടപടി 1:4. അപ്പം വിട്ടുപോകരുതെന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിൽ വ്യാപരിക്കുകയും. കാത്തിരിക്കുകയെന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്?
പിതാക്കന്മാർ കാത്തിരുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. അപ്പോൾ പ്രാർത്ഥനയും വന്ന് ഉപവാസവും വന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കാനുള്ള ഒരു ദൈവികമായ മാർഗമാണ് എന്താണ്? നടപടി 24, ലൂക്കായുടെ സുവിശേഷം 24:49, വിട്ടുപോകരുത്. അത് നടപടി 1:4, കാത്തിരിക്കുവേൻ. ഇപ്പം രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ വിട്ടുപോകരുത് എന്ന് പറയണത്, ജെറുസലേം വിട്ടുപോകരുതെന്നാണ് പറയണത്. ജെറുസലേം എന്ന് പറയുന്നത് എന്താണ്? പിതാവിൻ്റെ സന്നിധാനമാണ്. ദൈവസന്നിധാനം വിട്ടുപോകാതിരിക്കണതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശയാണ്. പിതാക്കന്മാർ ഉപവസിച്ചാണ് കാത്തിരുന്നത്. അപ്പോൾ ഉപവാസം, പ്രാർത്ഥനയും ഉപവാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിൽ നിലനിൽക്കാൻ കഴിയും. ഇതിനൊരു ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്നാണ് തോന്നണത്. എന്താ കാര്യം എന്നറിയാവോ? പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് മർക്കോസിൻ്റെ സുവിശേഷം 9:29 ഇപ്പോൾ ഒരു അപസ്മാര രോഗിയെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരണില്ലേ? അപ്പോൾ അവരെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അപസ്മാര രോഗിയുടെ അപ്പൻ ആ പേഷ്യൻറ്റിനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ അത് സുഖപ്പെടുത്തും. വീട്ടിലെത്തിയപ്പോൾ അപ്പോസ്തലന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? അപ്പോൾ ഈശോ എന്നാ പറയണത്? പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ ഇവറ്റകൾ പുറത്തു പോകത്തില്ലെന്ന്. പക്ഷേ മർക്കോസിൻ്റെ പഴയ ചില കഴിയെഴുത്ത് പ്രതികളിൽ അവ ഫുഡ് നോട്ടായിട്ട് ടിപ്പണിയായിട്ട് ചേർത്തിട്ടുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്താണ്? ഇപ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഈ ദുഷ്ടാത്മാവിനെ പുറത്ത് കളയാനുള്ള ശക്തിയുണ്ട്. അതേസമയം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പരിശുദ്ധാത്മാവിലെ നമ്മളെ നിലനിർത്താനുള്ള ശക്തിയും ഉണ്ടാകും. അതുകൊണ്ടാണ് നടപടി 24, ലൂക്ക 24:49, നടപടി 1:4 പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പരിശുദ്ധാത്മാവിലെ നമ്മളെ നിലനിർത്താനുള്ള കഴിവുണ്ട്. മർക്കോസ് 9:29 പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ദുഷ്ടാത്മാവിനെ പുറത്ത് കളയാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അനാദികാലം മുതലുള്ള ദൈവജനം 14,000 കൊല്ലങ്ങളായിട്ട് ജന്മാന്തരങ്ങൾ അനുഭവിച്ച് പരീക്ഷിച്ചറിഞ്ഞ പ്രാർത്ഥനാരൂപങ്ങളാണ് പ്രാർത്ഥനയും ഉപവാസവും. കാത്തിരിക്കണത്, വിട്ടുപോവാണ്ടിരിക്കണത്. ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെയൊക്കെ ആവശ്യിക്കണതെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മാവ് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയണതും അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥനയും ഉപവാസവുമാണ്. നല്ലവനായ ഈശോയെ, ജീവിതത്തിൻ്റെ പ്രത്യേക പ്രതിസന്ധികൾ അത്യന്ത ശക്തിയെ ആവശ്യിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് അതിജീവിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും എന്നുള്ള പുരാതനവും നിത്യനൂതനവുമായ ദൈവിക ശക്തി മാർഗങ്ങളാൽ ഞങ്ങളെ പരിപുഷ്ടരാക്കുകയും അതിൽ അവലംബിച്ച് ആത്മശക്തി ആവഹിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ദൈവമേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും കർത്താവേ അങ്ങിൽ നിന്ന് ശക്തിയും സ്നേഹവും ദൈവാനുഭവവും സ്വയുക്തമാക്കാൻ അഭിഷേക വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ശക്തി പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടാം. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി. ആത്മാവ് വന്നിറയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആവർത്തന പുസ്തകം 1:8 നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിത്തീരും. കർത്താവേ, പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ കുടുംബ ജീവിതത്തില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തില്, തൊഴിൽ മേഖലകളില്, ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തില്, ഇടവക ജീവിതത്തില് അഭിഷേകമായി നൽകണമേ.
പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറയുകയാണ്. കർത്താവായ ദൈവമേ, ആദിമസഭയിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി, ആദിമ സമൂഹത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരും നിറയണമേ. അഭിഷേകമായി തീരണമേ. അമ്മേ പരിശുദ്ധമേ, മധ്യസ്ഥയാകണമേ. വാഴ്ത്തിപ്പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. എല്ലാവരും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. എല്ലാവരും ചേർന്ന് പറയട്ടെ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ശക്തി പകർന്നിടണേ. ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ ശക്തിയാൽ കർത്താവേ, ആത്മാവിൽ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പാടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ജീസസ് താങ്ക്സ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. ജീസസ് താങ്ക്സ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയും ഉപവാസവും അത്യുന്നതിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യിപ്പിക്കുന്നു. ഉടമ്പടി പ്രാർത്ഥനയുടെ നിബന്ധനകളിലെ ഘടനാപരമായി ചേർത്തിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് പ്രാർത്ഥനയും ഉപവാസവും. അതുകൊണ്ട് തന്നെ അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കാൻ വേണ്ടിയുള്ള അടിസ്ഥാന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. അടിസ്ഥാന പ്രാർത്ഥനകൾക്ക് പുരാതനമായും പാരമ്പര്യമായിട്ടുള്ള ഇഫക്റ്റാണുള്ളത്. അത് ശാരീരികമാകാം, മാനസികമാകാം, ഭൗതികമാകാം, ആധ്യാത്മികമാകാം. അങ്ങനെയുള്ള ഭൗതികമായ ദൈവാനുഭവങ്ങളാണ് രോഗസൗഖ്യമായും ആധ്യാത്മികമായ ദൈവാനുഭവങ്ങളാണ് കവദാശ ജീവിതത്തിലുള്ള സാക്ഷ്യ ജീവിതവും. ഈ പ്രാഥമികമായ ആധ്യാത്മിക ധാരണകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ സാക്ഷ്യം ശ്രവിക്കാം. എൻ്റെ പേര് ബേബി ബിബി. ഞാൻ ചാലക്കുടിക്കടുത്ത് അമ്പഴക്കാട് സമ്പാളൂർ എന്ന ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ 2018 നവംബർ 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകൻ്റെ പഠന വൈകല്യം ഒന്ന് മാറിക്കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. മറ്റ് 5 ആവശ്യങ്ങൾ ഞാൻ വേറെയും വെച്ചിരുന്നു. എൻ്റെ മകനാണെങ്കിൽ ഈ ചെറുപ്രായത്തിൽ അവന് ADHDയുടെ ഒരു പ്രശ്നമുള്ളൊരു കുട്ടിയും കൂടിയാണ്. അവന് ഇപ്പോൾ 10 വയസ്സ് ആയെങ്കിലും അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാരണം പഠനവൈകല്യം മൂലം ഒരു സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുകയും മറ്റൊരു സ്കൂളിൽ വീണ്ടും LKG മുതൽ പഠിക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവൻ 3-ാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ
അവന് യാതൊന്നും പഠിക്കാനായിട്ട് എത്രയൊക്കെ പഠിച്ചാലും എഴുതിയും വായിച്ചുമൊക്കെ പഠിച്ചാലും പരീക്ഷയെ അവന് ഭയങ്കര പേടിയായിരുന്നു. പരീക്ഷാ ദിവസങ്ങളിൽ അവൻ പഠിക്കാൻ തന്നെ കൂട്ടാക്കില്ല. പരീക്ഷാ ഹാളിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഓരോ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അവസാനം ഫെബ്രുവരി മാസമായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓരോ മാസവും ഞാനിവിടെ വരുന്നുണ്ട്, പക്ഷേ അവൻ്റെ പരീക്ഷയുടെ ഇപ്പം നടക്കുന്ന പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോഴൊന്നും ഞാൻ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണുന്നില്ല. ഇനി ഒരു ചാൻസ് മാത്രമേ അവനുള്ളൂ. ഇനി അവൻ അതിലും പാസ്സായില്ലെങ്കിൽ അവൻ വീണ്ടും തോറ്റുപോകും. ഇനി ഏത് സ്കൂളിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ ഈശോയോട് പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഇടപെടണം. അപ്പോൾ അമ്മ പ്രത്യേകിച്ച് മലയാളം എന്ന വിഷയത്തിന് അവൻ ഒരു പ്രാവശ്യം പോലും ജയിച്ചിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ മലയാളത്തിന് അവൻ ഈ പ്രാവശ്യമെങ്കിലും ജയിച്ചാൽ, മലയാളം മാത്രമെങ്കിലും അവൻ ജയിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. പരീക്ഷയുടെ ദിവസങ്ങളായപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി, അവനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുമെന്ന്. പക്ഷെ അവൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ എന്നെ കാശ് രൂപം എടുത്തു വെച്ച്, ഉടമ്പടിയുടെ കാശ് രൂപം എടുത്തു വെച്ച് എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന്. ഞാൻ അവൻ പഠിക്കുന്ന മേശപ്പുറത്ത് ഉടമ്പടിയുടെ കാശ് രൂപം വെച്ച് അവനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അവനോട് ഞാൻ പറഞ്ഞു, മോനെ മമ്മിയല്ല നിന്നെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ അമ്മ മാതാവാണ്. അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും, അമ്മ നിനക്കൊരു ടീച്ചറാണ്, നീ അത് അനുസരിച്ച് നീ പഠിക്കണം എന്ന് പറഞ്ഞു. അവൻ വളരെ ശ്രദ്ധയോടുകൂടി, ഒരു ശ്രദ്ധയും ഇല്ലാതെ പരീക്ഷയുടെ സമയങ്ങളിൽ പേടിച്ച് പരീക്ഷ പുസ്തകം തുറക്കാൻ പോലും സമ്മതിക്കാത്ത അവൻ ആ ദിവസങ്ങളിലെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിൽ നിൽക്കുകയും പരീക്ഷാ ദിവസങ്ങളിൽ അവൻ പഠിച്ച ഭാഗത്ത് നിന്ന് 90% ക്വസ്റ്റ്യൻസ് വരികയും അതിൽ 60% അവൻ എഴുതുകയും അവൻ നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളം എന്ന വിഷയത്തിന് വാങ്ങി അവൻ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാങ്ങിത്തന്നു. എൻ്റെ സങ്കടത്തിന് വലിയൊരു ആശ്വാസവും നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നല്ല സാക്ഷ്യം കേട്ടു. സാക്ഷ്യം കേൾക്കുന്ന മാത്രയിൽ നമ്മൾക്കും പ്രാർത്ഥിച്ചും ഉപവസിച്ചും സുവിശേഷവിധമായ പാരമ്പര്യ ആധ്യാത്മിക ചര്യകളിലൂടെ ആത്മശക്തി ആവശ്യിച്ചുകൊണ്ട് നമ്മൾക്ക് സാക്ഷിയാകണം എന്നുള്ള ആന്തരികമായ പ്രേരണയോടെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ വീശി ശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ ആരാധന അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ചേർന്ന് പാടാം. ഇസഹാക്കിന്നിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കടവ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, ഏജൻസികൾ, മറ്റു തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ, കുഞ്ഞുങ്ങളെ പോറ്റാനും കുടുംബം പുലർത്താനും വേണ്ടി ഓരോ മനുഷ്യന്മാരെ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത ഉപായ മാർഗങ്ങൾ,
എല്ലാം ആരാധനയെ സമർപ്പിച്ച് കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവന് അവരുടെ ജീവിതോപാധികളുടെ മേല്, ജീവിതാവശ്യങ്ങളുടെ മേൽ കാരുണ്യത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, ദൈവസ്നേഹത്തിന്റെ ശിവ ആരാധന, ശിവ ആരാധന. രോഗികള്, ഇവർ രോഗികൾ, മദ്യപാനികൾ എല്ലാം സ്പർശിക്കണമേ. ശിവ ആരാധന. കർത്താവെ, കേരള കത്തോലിക്ക സഭയെയും ക്രൈസ്തവ പൊതുസമൂഹത്തെയും അങ്ങയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു. സഭയിൽ വന്ന് വരുന്ന സങ്കടകരമായ പല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപ സഭ പുതുക്കി പുതിയ ചൈതന്യത്തോടുകൂടി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാനുള്ള കൃപാഭിഷേകം സഭയ്ക്ക് ലഭിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, കേരള സഭയെ സമർപ്പിക്കുന്നു. കർത്താവേ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, കർദിനാളിനെയും കർത്താവേ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു. സഭയിൽ അഭിഷേകം നിറയണമേ. സഭയിൽ ദൈവസ്നേഹത്തിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ നിറയട്ടെ. കർത്താവേ, ദൈവിക സംരക്ഷണം നൽകട്ടെ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവെ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ ദൗത്യങ്ങളെയും ശുശ്രൂഷകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള വേദനയും ഭാരവും അനുഭവിക്കുന്ന ജനങ്ങളെ ധ്യാനകേന്ദ്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതാവസ്ഥകളിലെ ദൈവത്തെ അവലംബിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിതരാകുന്നവരുടെ മേൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ധ്യാനകേന്ദ്ര ശുശ്രൂഷകൾക്ക് നൽകാൻ ഇടയാക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളുടെ മേൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമേ. എല്ലാ ധ്യാന ഗുരുക്കളെയും ആശീർവദിക്കണമേ. കർത്താവേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ വൈദിക സന്യാസികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരും വൈദികരെയും കർത്താവേ, അൽമായ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. കർത്താവെ, ദൈവവിളിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ ആധ്യാത്മിക ആവശ്യത്തിന് ആവശ്യമായ ദൈവവിളി കർത്താവെ തിരുസഭയ്ക്ക് നൽകണമേ. ദൈവവിളിക്കായി ശുശ്രൂഷയ്ക്കായി സമർപ്പിത ജീവിതത്തിനും കർത്താവ് വൈദിക ജീവിതത്തിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമായി പോയിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി ആവശ്യിച്ചുകൊണ്ട് അവരെ വിളിയിൽ പുരോഗമിച്ച് നിലനിൽക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. കർത്താവേ, വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവമേ, ദൈവവിളി ലഭിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ, ദൂരങ്ങളിലെ മിഷണറിമാരെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരള സഭയെ, ലോകസഭയെ മുഴുവനും, ക്രൈസ്തവ സമൂഹത്തെ മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വൈദികരും സന്യസ്തരും അൽമായ പ്രേക്ഷിതരും വളർന്നു തരാൻ ദൈവത്തിന്റെ ചൈതന്യം നൽകണമേ. വിവിധങ്ങളായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്യദേശങ്ങളും നാടുകളും ജോലിക്ക് പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ജോലിയില്ലാതെ പലതും പല വിഷമതകളിലും ചെന്ന് അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ
ഈ വ്യക്തകളൊന്നും പുറത്തു പോകില്ലെന്ന് പറഞ്ഞ ദൈവമേ, ഉടമ്പടി നിബന്ധന പ്രകാരം ഉപവാസമെടുത്ത് ജീവിത വിശുദ്ധിയോട് വ്രതവിശുദ്ധിയോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസന മരിയം ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടിയുടെ സമ്പൂർണ്ണത ദിവ്യകാരുണ്യമാണല്ലോ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവിക ശക്തിയാണല്ലോ. ആ ദൈവ സാന്നിധ്യം കർത്താവെ ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, ദിവ്യകാരുണ്യത്തിന് മുട്ടുകൊത്തി പ്രാർത്ഥിക്കുന്നവർ സമസ്ത ദൈവജനത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ ദുരിതങ്ങളും സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്സര യോഗ്യത പരീക്ഷ എഴുതുന്നവരെല്ലാം സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ തിന്മകളുടെ ശക്തികൾ വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ചൊരിയണമേ. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ സ്പർശിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്.